ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ 2025 ഇലക്ഷൻ ട്രെയിനിംഗ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ വിവിധ ഘട്ടങ്ങളിലെ ചുമതലകൾ. പ്രിസൈഡിംഗ് ഓഫീസർ ഉപയോഗിക്കുന്ന വിവിധ തരം സീലുകൾ. പ്രിസൈഡിംഗ് ഓഫീസർമാർ വിവിധ ഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ട പ്രവൃത്തികളുടെ സംക്ഷിപ്ത രൂപം. പ്രിസൈഡിംഗ് ഓഫീസറായി നിയമിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിയമന ഉത്തരവിൽ നൽകിയിട്ടുള്ള പോളിംഗ് ടീമിലുള്ള മറ്റംഗങ്ങളെ പരിചയപ്പെടുക. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് വരണാധികാരി നൽകുന്ന എല്ലാ പരിശീലന പരിപാടികളിലും പങ്കെടുക്കുക. ബന്ധപ്പെട്ട സെക്ടറൽ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ കോൺടാക്ട് നമ്പർ മനസ്സിലാക്കുക. പരിശീലന സമയത്ത് നൽകുന്ന കൈപ്പുസ്തകത്തിലെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പരിചയപ്പെടുക. തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വിവിധ ഫോറങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. പോൾ മാനേജർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനം മനസ്സിലാക്കുക. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ, കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ പ്രസക്തമായ വകുപ്പുകളും 1995 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിലെ പ്രസക്തമായ വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിച്ചു മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുള്ള പക്ഷം വരണാധികാരിയെ, ഉപവരണാധികാരിയെ ബന്ധപ്പെട്ട് സംശയ നിവാരണം വരുത്തുക. വോട്ടെടുപ്പിന്റെ തലേ ദിവസം വിതരണ കേന്ദ്രത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക. പോളിംഗ് ടീമിലെ ഏതെങ്കിലും അംഗം എത്തിച്ചേർന്നിട്ടില്ലാത്ത പക്ഷം അക്കാര്യം ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചു പകരം ആളിനെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. വിതരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പോളിംഗ് മെറ്റീരിയൽസ് കൈപ്പറ്റി തന്നിട്ടുള്ള ലിസ്റ്റുമായി ഒത്തുനോക്കുക. പ്രിസൈഡിംഗ് ഓഫീസർ തനിക്ക് ലഭിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം പരിശോധിക്കേണ്ടതും എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കേണ്ടതുമാണ്. നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാതൃകയിൽ പോളിംഗ് സ്റ്റേഷൻ സജ്ജമാക്കുക. വോട്ടിംഗ് മെഷീനും പോളിംഗ് സാമഗ്രികളും പ്രിസൈഡിംഗ് ഓഫീസറുടെ അധീനതയിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. പോളിംഗ് ടീമിലുള്ള ഒരാൾ എപ്പോഴും പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. മായ്ക്കാനാവാത്ത മഷിയുടെ കുപ്പിയിൽ വേണ്ടത്ര അളവിൽ മഷിയുണ്ടെന്നും അതിന്റെ അടപ്പ് ഭദ്രമാണെന്നും ഉറപ്പാക്കണം. തിരിച്ചറിയൽ അടയാള മുദ്രയും എല്ലാ ആരോ ക്രോസ് മാർക്ക് റബ്ബർ സ്റ്റാമ്പുകളും പ്രിസൈഡിംഗ് ഓഫീസറുടെ പിച്ചള മുദ്രയും പരിശോധിക്കേണ്ടതാണ്. ആരോ ക്രോസ് റബ്ബർ സ്റ്റാമ്പുകളുടെയെല്ലാം രണ്ടറ്റത്തും മുദ്രകൾ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും സ്റ്റാമ്പ് പാഡുകൾ ഉണങ്ങിയവയല്ലെന്നും ഉറപ്പാക്കണം. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും അതിന് 200 മീറ്റർ, മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും അതിന് 100 മീറ്റർ ദൂരപരിധിയിൽപ്പെടുന്ന പരിസരവും പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലായിരിക്കും. വോട്ടർ പട്ടിക പരിശോധിക്കുക. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിക്കുക. ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പരസ്പരം പൊരുത്തപ്പെടേണ്ടതും ബാലറ്റ് ലേബലിൽ അവ പ്രത്യക്ഷപ്പെടുന്ന ക്രമനമ്പറുകളുടെ അതേ ക്രമത്തിലായിരിക്കേണ്ടതുമാണ്. ഇനി വോട്ടെടുപ്പ് ദിവസം ഡയറി തയ്യാറാക്കൽ. പോളിംഗ് സ്റ്റേഷനിൽ വോട്ടെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിലേക്കായി സൂക്ഷിക്കേണ്ട ഡയറിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ടതാണ്. ഡയറിയുടെ മാതൃക പ്രസക്തമായ സംഭവങ്ങൾ അതതു സമയം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതും ഡയറിയിലെ എല്ലാ ഉൾക്കുറിപ്പുകളുടെയും പൂർത്തീകരണം വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ലാത്തതുമാണ്. പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും പ്രിസൈഡിംഗ് ഓഫീസർ അതിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഫോറം N13 5ാമത്തെ പാക്കറ്റിൽ ഉൾപ്പെടുത്തി തിരികെ നൽകണം. പോളിംഗ് ഏജന്റുമാരുടെ നിയമന കത്ത് പരിശോധിച്ച് അവർക്ക് പാസ് നൽകുക. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും തമ്മിൽ നിർദ്ദേശിച്ച പ്രകാരം കണക്ട് ചെയ്യുക. അടുത്തത് വോട്ടെടുപ്പിന്റെ പ്രാരംഭ നടപടികൾ. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 1 മണിക്കൂർ മുമ്പ് മോക്ക് പോൾ ആരംഭിക്കുക. മോക്ക് പോൾ മെഷീനിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് തെളിയിച്ച ശേഷം കുറച്ച് വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു മോക്ക് പോൾ നടത്തണം. തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയത്തിന് 1 മണിക്കൂർ മുൻപെയാണ് സാധാരണഗതിയിൽ മോക്ക് പോൾ നടത്തുന്നത്. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയത്തിന് 1 മണിക്കൂർ മുൻപെയാണ് മോക്ക് പോൾ നടത്തുന്നതെന്ന് മുൻകൂട്ടി അറിയിക്കുകയും മോക്ക് പോളിന്റെ സമയത്തെ അവരവരുടെ പോളിംഗ് ഏജന്റുമാരോട് പോളിംഗ് ബൂത്തിൽ ഹാജരാകുവാൻ നിർദ്ദേശം നൽകുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരൊന്നും മോക്ക് പോൾ സമയത്ത് പോളിംഗ് ബൂത്തിൽ ഹാജരായില്ലെങ്കിലും
പ്രിസൈഡിംഗ് ഓഫീസർ മോക്ക് പോൾ അക്കാരണത്താൽ മാറ്റിവെക്കേണ്ടതില്ല. അതുപോലെ ഏതെങ്കിലും പോളിംഗ് ഏജന്റുമാർ വൈകി പോളിംഗ് ബൂത്തിൽ ഹാജരായാലും മോക്ക് പോളുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അതുവരെ നടത്തിയ നടപടിക്രമങ്ങൾ ആവർത്തിക്കേണ്ടതില്ല. പകരം പോളിംഗ് ഏജന്റിനെ തുടർന്നു വരുന്ന നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിന് അനുവദിച്ചാൽ മതി. മോക്ക് പോളിനു വേണ്ടി ബാലറ്റ് യൂണിറ്റ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെക്കേണ്ടതും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ബാലറ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം കാണുന്നതിനു വേണ്ടി പോളിംഗ് ഓഫീസറോടൊപ്പം പോളിംഗ് ഏജന്റുമാരെയും അനുവദിക്കാവുന്നതാണ്. കൺട്രോൾ യൂണിറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ചുമതലയുള്ള പോളിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് ശരിയായി കണക്ട് ചെയ്ത ശേഷം വെക്കേണ്ടതാണ്. പോളിംഗ് ഓഫീസർ വോട്ടുകളുടെ ഒരു റെക്കോർഡ് സൂക്ഷിക്കേണ്ടതാണ്. മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും പോളിംഗ് ഏജന്റുമാർ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വേണം മോക്ക് പോൾ നടത്തേണ്ടത്. ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റ് മോക്ക് പോൾ സമയത്ത് പോളിംഗ് ബൂത്തിൽ ഇല്ല എങ്കിൽ പോളിംഗ് ഓഫീസർമാരിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ആ സമയത്തെ പോളിംഗ് ബൂത്തിലുള്ള പോളിംഗ് ഏജന്റുമാരിൽ ആരെങ്കിലുമോ പ്രസ്തുത സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോക്ക് പോളിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി മോക്ക് പോളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലുള്ള പോളിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. മോക്ക് പോൾ നടത്തിയതിനു ശേഷം അതിന്റെ റിസൾട്ട് ക്ലിയർ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ സമ്മതിദായകൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ടോട്ടൽ ബട്ടൺ അമർത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാവുന്നതാണ്. മോക്ക് പോൾ ഡേറ്റ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുവാനും ഇത് സഹായിക്കും. മോക്ക് പോൾ പൂർത്തീകരിച്ചാലുടൻ തന്നെ അക്കാര്യം പോൾ മാനേജറിൽ അപ്ഡേറ്റ് ചെയ്യുക. മോക്ക് പോൾ നടത്തിയതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം സീൽ ചെയ്യുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷൻ സീൽ ചെയ്യുന്നതിനുപയോഗിക്കുന്ന സ്പെഷ്യൽ ടാഗ്, സ്ട്രിപ്പ് സീൽ, ഗ്രീൻ പേപ്പർ സീൽ എന്നിവയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതും അപ്പോൾ ഹാജരായിട്ടുള്ളവരിൽ തയ്യാറുള്ള പോളിംഗ് ഏജന്റുമാരെ ഒപ്പുവെക്കാൻ അനുവദിക്കേണ്ടതുമാണ്. അവയിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തുവാൻ സ്ഥാനാർത്ഥികളെയോ പോളിംഗ് ഏജന്റുമാരെയോ അനുവദിക്കേണ്ടതുമാണ്. പോളിംഗ് ഓഫീസർമാർക്ക് ചുമതലകൾ നൽകേണ്ടതാണ്. അടുത്തത് വോട്ടെടുപ്പ്. നിശ്ചിത സമയത്തു തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതാണ്. പ്രാരംഭ നടപടികൾ അപ്പോഴേക്കും പൂർത്തിയായിരിക്കണം. ഏതെങ്കിലും കാരണത്താൽ പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രാരംഭ നടപടി പൂർത്തിയാകുമ്പോഴേക്കും വോട്ടെടുപ്പ് ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയത്തു തന്നെ ഏതാനും വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും അവരെ തിരിച്ചറിയൽ മുതലായ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ പോളിംഗ് ഓഫീസർമാരെ അനുവദിക്കേണ്ടതുമാണ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ പ്രിസൈഡിംഗ് ഓഫീസർ ഫോറം N10A ഭാഗം 1 ഉറക്കെ വായിക്കേണ്ടതും അതിൽ ഒപ്പുവെക്കേണ്ടതുമാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനം ഫോറം N10A 5ാമത്തെ പാക്കറ്റിൽ ഉൾപ്പെടുത്തി തിരികെ നൽകണം. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലേക്ക് പ്രത്യേകം പ്രഖ്യാപനങ്ങൾ ചെയ്യുക. ഒപ്പുവെക്കുവാൻ തയ്യാറാകുന്ന ഏജന്റുമാരുടെ ഒപ്പ് ഫോറം N10A രേഖപ്പെടുത്തേണ്ടതും ഒപ്പ് രേഖപ്പെടുത്തുവാൻ വിസമ്മതിക്കുന്ന ഏജന്റുമാരുടെ പേര് രേഖപ്പെടുത്തേണ്ടതുമാണ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സംബന്ധിച്ചും അവ ലംഘിച്ചാലുള്ള ശിക്ഷകളും അവിടെ സന്നിഹിതരായിട്ടുള്ളവരോട് വിശദീകരിച്ചു കൊടുക്കുക. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകപ്പെട്ടിട്ടുള്ള സമ്മതിദായകരുടെ പേരിനു നേർക്ക് കൊടുത്തിട്ടുള്ള PB അടയാളം ഒഴികെ യാതൊരു അടയാളങ്ങളോ എഴുത്തുകളോ ഇല്ല എന്നും ഒരു വോട്ടറെ സംബന്ധിച്ചും ഒരു രേഖപ്പെടുത്തലും വോട്ട് രജിസ്റ്ററിൽ ഫോം 21A വരുത്തിയിട്ടില്ല എന്നും പോളിംഗ് ഏജന്റുമാരെയും പോളിംഗ് സ്റ്റേഷനിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആളുകളെയും കാണിച്ചു കൊടുക്കേണ്ടതാണ്. വോട്ടെടുപ്പ് ആരംഭിച്ചാലുടൻ തന്നെ അക്കാര്യം പോൾ മാനേജർ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. സ്ത്രീ സമ്മതിദായകർക്കും പുരുഷ സമ്മതിദായകർക്കും പ്രത്യേകം ക്യൂ ഉണ്ടായിരിക്കണം. ക്യൂ നിയന്ത്രിക്കുന്ന ആളുകൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഒരേ സമയം 3-4 സമ്മതിദായകരെ അകത്തേക്ക് കടക്കുവാൻ അനുവദിക്കണം. അകത്തേക്ക് പ്രവേശിക്കുവാൻ കാത്തുനിൽക്കുന്ന മറ്റു സമ്മതിദായകരെ പുറത്ത് ക്യൂ ആയി നിർത്തണം. മുതിർന്ന പൗരന്മാർക്കും ആവശ്യതയുള്ള സമ്മതിദായകർക്കും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന സമ്മതിദായകർക്കും ക്യൂവിൽ നിൽക്കുന്ന മറ്റു സമ്മതിദായകരെക്കാൾ മുൻഗണന നൽകാവുന്നതാണ്. സ്ത്രീ സമ്മതിദായകരെയും പുരുഷ സമ്മതിദായകരെയും ഒന്നിടവിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ്. സ്ത്രീ സമ്മതിദായകർക്കോ പുരുഷ സമ്മതിദായകർക്കോ വേണ്ടി ഒന്നിലധികം ക്യൂ അനുവദിച്ചുകൂടാ.
പ്രിസൈഡിംഗ് ഓഫീസർ ഫോറം N13 ഡയറി സൂക്ഷിക്കേണ്ടതും പോളിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടതുമാണ്. സമ്മതിദായകൻ ഒപ്പോ വിരലടയാളമോ പതിക്കുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുക. പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ള ആൾക്കാരെ മാത്രമേ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ. വോട്ട് രജിസ്റ്ററിൽ ഫോറം 21A രേഖപ്പെടുത്തിയ ക്രമത്തിൽ മാത്രമേ വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്തുവാൻ അനുവദിക്കാവൂ. വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഉണ്ടാകാനിടയുള്ള അസാധാരണവും സങ്കീർണവുമായ പ്രശ്നങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ കൈകാര്യം ചെയ്യേണ്ടതും മറ്റു പോളിംഗ് ഓഫീസർമാരെ അവരുടെ സാധാരണ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ അനുവദിക്കുകയും ചെയ്യേണ്ടതാണ്. സമ്മതിദായകർ വോട്ട് ചെയ്ത വിവരങ്ങൾ ഒരു മണിക്കൂറിലും ശേഖരിക്കേണ്ടതും ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതും പോൾ മാനേജർ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. അന്ധരായ സമ്മതിദായകർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ ബാലറ്റ് ബട്ടണുകളുടെ വലതുവശത്തെ ബ്രെയിലി ലിപി ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഈ വിവരം അന്ധരായ വോട്ടർമാരെ അറിയിക്കേണ്ടതാണ്. അപ്രകാരം വോട്ട് ചെയ്യുന്നതിനു അന്ധരായ സമ്മതിദായകർ തയ്യാറാകുന്ന പക്ഷം ബാലറ്റ് ലേബലിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ക്രമനമ്പറും പേരും ചിഹ്നവും അവരെ പ്രിസൈഡിംഗ് ഓഫീസർ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സമ്മതിദായകൻ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താതെ അബദ്ധത്തിൽ പുറത്തേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചിത ഇടവേളകളിൽ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് ടോട്ടൽ പരിശോധിക്കേണ്ടതും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണവുമായി ഒത്തുനോക്കേണ്ടതുമാണ്. വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടണിന്റെ അടപ്പ് തുറക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വോട്ടിങ്ങിനിടയ്ക്ക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തനക്ഷമമല്ലാതാവുകയാണെങ്കിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുക. സാങ്കേതിക തകരാറ് മൂലം മറ്റൊരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ടി വരുന്ന പക്ഷം പ്രിസൈഡിംഗ് ഓഫീസർ പകരം EVM സ്വീകരിച്ച് ഫോറം N37 രസീത് നൽകേണ്ടതും മോക്ക് പോൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു പാർട്ട് 2 ഫോറം നമ്പർ N10A പ്രഖ്യാപനം നടത്തേണ്ടതുമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. ഏതെങ്കിലും സമ്മതിദായകൻ വോട്ടിംഗ് മെഷീന് കേടുവരുത്തിയിട്ടുണ്ട് എന്നോ മെഷീന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതയുള്ളതായിട്ടോ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വരുന്ന പക്ഷം അദ്ദേഹത്തിന് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശിക്കാം. ഇപ്രകാരം പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യുന്നതിനുള്ള അറയിൽ പ്രവേശിക്കുമ്പോൾ ഹാജരുള്ള പോളിംഗ് ഏജന്റുമാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ കൂടി പ്രിസൈഡിംഗ് ഓഫീസറെ അനുഗമിക്കുവാൻ അനുവദിക്കേണ്ടതാണ്. മെഷീൻ ശരിയാക്കുന്നതിന് മുമ്പും ശേഷവും ആകെ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണം എടുക്കേണ്ടതും മെഷീൻ ശരിയാക്കുന്ന സമയത്തെ അബദ്ധത്തിൽ ഒരു വോട്ടും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. പോളിംഗ് ആരംഭിച്ചത് വൈകിയാണെങ്കിൽ കൂടിയും നിശ്ചിത സമയത്തു തന്നെ പോളിംഗ് അവസാനിപ്പിക്കേണ്ടതാണ്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് ക്യൂവിലുള്ള മുഴുവൻ ആൾക്കാരെയും വോട്ട് ചെയ്യുവാൻ അനുവദിക്കേണ്ടതാണ്. ആ സമയത്തെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ പൂർണ്ണമായ ഒപ്പോടുകൂടിയ സ്ലിപ്പുകൾ നൽകുക. ആ സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണമനുസരിച്ച് 1 മുതൽ ക്രമനമ്പർ ഇട്ടിട്ടുള്ള സ്ലിപ്പുകൾ ക്യൂവിൽ അവസാനം നിൽക്കുന്നയാൾ മുതൽ ക്രമമായി നൽകേണ്ടതാണ്. വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞാലും ഈ സമ്മതിദായകരെല്ലാം വോട്ട് ചെയ്തു കഴിയുന്നതുവരെ വോട്ടെടുപ്പ് തുടരേണ്ടതാണ്. വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനു ശേഷം സമ്മതിദായകരുടെ ക്യൂവിൽ ആരും ചേരുവാൻ അനുവദിക്കാതെ നോക്കുന്നതിന് പോലീസിനെയോ മറ്റു സ്റ്റാഫിനെയോ നിയോഗിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ രീതിയിൽ വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് പോളിംഗ് സ്റ്റേഷനിൽ സന്നിഹിതരായിട്ടുള്ള സമ്മതിദായകരെല്ലാം വോട്ട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം വോട്ടെടുപ്പ് അവസാനിച്ചതായി പ്രിസൈഡിംഗ് ഓഫീസർ ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ടതും കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം യാതൊരാളെയും വോട്ട് ചെയ്യുവാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. അടുത്തത് വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ആ വിവരം പോൾ മാനേജർ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്കു നൽകിയിട്ടുള്ള ബാലറ്റ് ലേബലുകളിൽ ഓരോ തലത്തിലുമുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളെ സംബന്ധിക്കുന്ന ബാലറ്റ് ലേബലുകളിൽ ഒരെണ്ണം വീതം ക്യാൻസൽ ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പും മുദ്രയും വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഇപ്രകാരം ബാലറ്റ് ലേബലുകൾ ലഭ്യമല്ലാതെ വരികയാണെങ്കിൽ ഉപയോഗിക്കാത്ത
ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടുകളുടെ എണ്ണം ഫോറം 24A രേഖപ്പെടുത്തേണ്ടതാണ്. ത്രിതല തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് പ്രത്യേകം ഫോറം പൂരിപ്പിക്കേണ്ടതാണ്. വോട്ട് ചെയ്ത സ്ത്രീ സമ്മതിദായകരുടെ എണ്ണം തിട്ടപ്പെടുത്തുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതിന് മുമ്പേ കൺട്രോൾ യൂണിറ്റിലെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുകയും ബാലറ്റ് യൂണിറ്റുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടതുമാണ്. ഇതിനുശേഷം നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുക. ഫോറം 24A രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പോളിംഗ് സ്റ്റേഷനിൽ സന്നിഹിതരായിട്ടുള്ള പോളിംഗ് ഏജന്റുമാർക്ക് നൽകേണ്ടതാണ്. അതിനുശേഷം ഫോറം നമ്പർ N10A ഭാഗം 3 പ്രഖ്യാപനം നടത്തേണ്ടതും പ്രസ്തുത ഫോറത്തിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഫോറം 24A കൈപ്പറ്റുവാൻ വിസമ്മതിക്കുന്ന പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും പ്രസ്തുത ഫോറത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം തെരഞ്ഞെടുപ്പ് രേഖകൾ കവറിലാക്കി സീൽ ചെയ്യുക. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത പോളിംഗ് ഓഫീസർമാർക്ക് അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഫോറം N21 ഈ ഡ്രോപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പോളിംഗ് ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിഫല തുക ഓൺലൈൻ ആയി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. മുദ്രവെച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും സീൽ ചെയ്ത കവറിലാക്കിയ തിരഞ്ഞെടുപ്പ് രേഖകളും തിരഞ്ഞെടുപ്പിനുള്ള മറ്റു സാമഗ്രികളും സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് ഫോറം N22 രസീത് വാങ്ങുക. അടുത്തത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉപയോഗത്തിനുള്ള സീലുകൾ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉപയോഗത്തിനുള്ള മുദ്രകൾ അഥവാ സീലുകൾ. 1. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള മെറ്റൽ സീൽ. ഉപയോഗം: EVMന്റെ കൺട്രോൾ യൂണിറ്റും വിവിധ കവറുകളും പാക്കറ്റുകളും സീലിംഗ് മെഴുക് ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ ഉരുകിയ സീലിംഗ് മെഴുകിൽ പതിപ്പിക്കുന്നതിനാണ് ഈ മുദ്ര നൽകിയിരിക്കുന്നത്. 2. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള റബ്ബർ സീൽ. പ്രിസൈഡിംഗ് ഓഫീസർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ, രസീതുകൾ, നോട്ടീസ് മുതലായവയിൽ പതിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ മുദ്ര. 3. ആരോ ക്രോസ് മാർക്ക് സീൽ. സമ്മതിദായകർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സീൽ. 4. വേർതിരിച്ചറിയൽ മാർക്ക് മുദ്ര അഥവാ ഡിസ്റ്റിങ്ക്യൂഷിംഗ് മാർക്ക് സീൽ. ഉപയോഗം: EVMന്റെ ടാഗുകളും പേപ്പർ സീലുകളും ഫോറങ്ങളും കവറുകളും സീൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള LSGI കോഡ് മുദ്രണം ചെയ്ത സീൽ ആണിത്. ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിന്റെ മറുവശത്ത് തിരിച്ചറിയാനുള്ള അടയാളം ഡിസ്റ്റിങ്ക്യൂഷിംഗ് മാർക്ക് പതിക്കുന്നതിനും ഇതുപയോഗിക്കുന്നു. 5. പേപ്പർ മുദ്രകൾ. ഗ്രീൻ പേപ്പർ സീൽ. ഉപയോഗം: സീരിയൽ നമ്പർ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ സീൽ വോട്ടെടുപ്പിനായി EVM സജ്ജീകരിക്കുന്ന സമയത്തെ കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിക്കുന്നതിനുള്ളതാണ്. സ്ട്രിപ്പ് സീൽ. ഉപയോഗം: വോട്ടെടുപ്പിനായി EVM സജ്ജീകരിക്കുന്ന സമയത്തെ ഗ്രീൻ പേപ്പർ സീലിനൊപ്പം കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിക്കുന്നതിനുള്ളതാണ്. താങ്ക് യു.